യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ആണവ നിലയത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. യുഎയിലെ ഏക ആണവോർജ്ജ നിലയമായ ബറാക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത്. ആണവ നിലയത്തിന്റെ ഉൾപ്രദേശത്തിന് പുറത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററാണ് ഡ്രോൺ പതിച്ചതായി തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ആക്രമണത്തെ തുടർന്ന് ജനറേറ്ററിന് തീ പിടിച്ചെങ്കിൽ പോലും അടിയന്തര സുരക്ഷാ വിഭാഗം അതിവേഗം തന്നെ അവിടെ ഇടപെട്ടുകൊണ്ട് തീയാകട്ടെ നിയന്ത്രണ വിധേയമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആളപായമോ ആണവ വികീർണ ഭീഷണിയോ ഉണ്ടായിട്ടില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവത്തെ തുടർന്ന് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ ആശങ്കാജനകമായി തന്നെ മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് ഇപ്പോൾ ആണവ സൗകര്യത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ആശങ്ക ഉണ്ടാകാനായി തന്നെ ഇടയാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന അപകടകരമായ ഒരു പ്രകോപനമാണ് ഇത് എന്നതാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തന്നെ പ്രതികരിക്കുന്ന ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്ര സഭയുടെ ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇത്തരം നീക്കങ്ങൾ എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ആണവ സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. അതേസമയം സംഭവത്തെ തുടർന്ന് യുഎഇ സുരക്ഷാ നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ആണവ നിലയത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സുരക്ഷ പുനർപരിശോധിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആക്രമണത്തിന് പിന്നിൽ ആരെന്ന സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ എല്ലാ വിഭാഗങ്ങളും അടിയന്തരമായി തന്നെ സമീപനം പാലിക്കണമെന്നും ഇവിടെ പ്രശ്ന പരിഹാരത്തിനായി തന്നെ ചർച്ചകളുടെ ആ ഒരു പാതയിലേക്ക് മടങ്ങണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹവും സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎയുടെ പടിഞ്ഞാറൻ അതിർത്തി വഴി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 3 ഡ്രോണുകളിൽ 2 എണ്ണത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതായി തന്നെ യുഎഇ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത്. 3ാമത്തെ ഡ്രോണാണ് ജനറേറ്ററിൽ പതിച്ചത്. അതേപോലെ തന്നെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് വിശേഷിപ്പിച്ച യുഎഇ ആകട്ടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യവും നയതന്ത്രപരവുമായ എല്ലാ നീക്കവും അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.